ഹലോ, അങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മ ഇന്ന് പോകുന്നത് എങ്ങോട്ടറിയാം? ഇന്ന് നമ്മൾ തെയ്യം കാണാൻ വേണ്ടി പോവേനെ. അതായത് നമ്മൾ ഇന്ന് പോകുന്നത് കടന്നപ്പള്ളി മുച്ചിലോട്ട് അമ്പലത്തിൽ തെയ്യമാണ് ഇന്ന്. അപ്പം നേരെ നന്ദുവിനെയും കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള ഓരോരോ കാഴ്ചകളാണ് ഇത്. വഴി കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ട് മാപ്പ് നോക്കിയിട്ടാണ് പോകുന്ന വഴിക്ക് നല്ല കണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ കണ്ടത്തിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് വിചാരിച്ചു, എന്നാൽ പിന്നെ കിച്ചുവേട്ടനൊന്ന് കണ്ടിട്ട് പോകാമെന്ന്. കിച്ചുവേട്ടനെ കാണാൻ വേണ്ടിയിട്ട് കിച്ചുവേട്ടൻ ഇന്നൊരു തെയ്യമുണ്ട് വീട്ടിൽ, അതായത് വിഷ്ണുമൂർത്തി. അപ്പം ഞാനവിടെ എത്തുമ്പോഴൊക്കെ ഏട്ടൻ മുഖത്തെഴുത്തെല്ലാം തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ വർത്തമാനം പറയാൻ നിന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ പിന്നെയും കടന്നപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം വണ്ടി എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു. വണ്ടി കുറച്ച് അപ്പുറത്താന്ന് വെച്ചിനി, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഞാനും നന്ദും കൂടി നടന്നു പോയിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ പിന്നെയും ഒരു കണ്ട. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പശു എന്നെ നോക്കി നിൽക്കുന്നു. ആടുന്ന് പിന്നെ വണ്ടി എടുത്തിട്ട് നേരെ കടന്നപ്പള്ളിക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ കടന്നപ്പള്ളി അമ്പലത്തിലെത്തി. തെയ്യം ഇറങ്ങണത്ര, അതുകൊണ്ട് ഭഗവതി ഇറങ്ങണത്ര, അതുകൊണ്ട് വലിയ തിരക്കായി വരുന്നേ ഇല്ലു. ഇപ്പോൾ ഇവിടെ 2 തെയ്യം മാത്രമേ ഇല്ലൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ തെയ്യമെല്ലാം കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ടെല്ലാം അടിച്ച് തെയ്യത്തിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. അമ്പലത്തിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. പിന്നെ എന്നെ അറിയുന്ന ഒരു ചെക്കനെ കണ്ടു, എനിക്ക് കയ്യും കൊടുത്ത് അവിടെ നിന്ന് നേരെ അപ്പുറത്തേക്ക് പോയി ചന്തയെല്ലാം നോക്കി. അങ്ങനെ ഇവിടെ ഏകദേശം ആളായി തുടങ്ങുന്നുണ്ട്. ഏകദേശം ഭഗവതി ഇറങ്ങേണ്ട സമയം ആവാനായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആളായി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പുറത്തുനിന്ന് ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തുവിടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്താക്കി നേരെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തു. പുറത്തുനിന്ന് നമ്മൾ നേരെ സൂം ലെൻസ് ഇട്ടിട്ട് പുറത്തുനിന്ന് തന്നെ ഫോട്ടോ എടുത്തു. അങ്ങനെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഓരോരോ വീഡിയോ എല്ലാം എടുത്ത് തെയ്യം ഇങ്ങനെ പോകുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെയ്യെല്ലാം കണ്ടിട്ട് ഭഗവതി ഇറങ്ങണത്രേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ചലഞ്ച് പോലെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്തെങ്കിലും ഒരു ചലഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങനെ നടക്കുകയാണ് പുറത്തേക്ക്. എന്നാൽ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, മുട്ടായി ചലഞ്ച് ചെയ്താലോ. അങ്ങനെ എന്നാൽ പിന്നെ അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറിച്ച് കുറച്ച് മുട്ടായി മേടിച്ചിട്ട് നേരെ ഞാൻ തുടങ്ങി. ഫസ്റ്റ് കണ്ടത് ഒരു കുഞ്ഞു ചെക്കനെയാണ്, ഓനിക്ക് തന്നെ ഫസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടന് കൊടുത്തു. അങ്ങനെ ആ വീഡിയോയിൽ എടുത്തിട്ട് പിന്നെ എനിക്ക് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞാൻ അടുത്തെത്തിയത് എൻ്റെ അടുത്ത പരിപാടിക്കാണ്. അങ്ങനെ ഈ പരിപാടി ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാനിവിടെ എൻ്റെ ഒരു കുഞ്ഞിക്ക് ഞാൻ കൈമുട്ടിച്ച് കൊടുത്തു. പിന്നെ ഒന്നുമില്ലാന്നുണ്ടപ്പോൾ കുഞ്ഞിനെ പ്രാഗി. എന്നാൽ പിന്നെ ഇത്രയൊക്കെ ഇല്ലു, ബാക്കി അടുത്തിൽ പറയാം. ശരി എന്നാൽ.